സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് പിറകിലായി കാണുന്നവരെ നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാകും. വിജയഭാരതി സ്കൂൾ സാമൂഹികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം നമുക്കറിയാം. അതുപോലെ തന്നെയുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അവരെത്തിയിരിക്കുന്നത്. വിജയഭാരതി സ്കൂളിലെ ടീച്ചർമാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇത്തരം പരിപാടികളിൽ അവർക്കുണ്ടാക്കുന്ന ഊർജ്ജസ്വലത നമുക്ക് കണ്ടറിയാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. കയ്പമംഗലം വിജയഭാരതി LP സ്കൂൾ സീഡ് വിദ്യാർത്ഥികൾ സമീപ പ്രദേശങ്ങളിലെ പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനു വേണ്ടി കയ്പമംഗലത്തെ വിവിധ റേഷൻ കടകളിൽ തുണിസഞ്ചികൾ വിതരണം ചെയ്തിരുന്നു. 2025 ജനുവരി 18 ശനിയാഴ്ച കയ്പമംഗലം ഗ്രാമലക്ഷ്മി 18ാം വാർഡിലെ മനോജ് ചേട്ടന്റെ റേഷൻ കടയിൽ സീഡ് വിദ്യാർത്ഥികൾ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ തുണിസഞ്ചികൾ വിതരണം ചെയ്തു. മനോജ്, മിനി, ശശി, മോഹൻദാസ്, അധ്യാപകരായ PH സീനത്ത്, PS ജിഷ എന്നിവരും സീഡ് വിദ്യാർത്ഥികളോടൊപ്പം പങ്കെടുത്തു. എല്ലാവർക്കും വിശദമായ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നിങ്ങളുടെ പേരൊന്ന് പറയോ? പേരെന്താണ്? മോളെ പേര്? അല്ല, നിങ്ങൾ എന്തിനു വേണ്ടി അവിടെ വന്നിരിക്കുന്നത്? തുണിസഞ്ചി വിതരണം ചെയ്യാൻ. ഇതേതാ സ്ഥലം അറിയാവോ? ഗ്രാമലക്ഷ്മി റേഷൻ കട. തുണിസഞ്ചി ആരുണ്ടാക്കിയത്? നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയതാണോ? എന്തിനാ ഇവിടെ സഞ്ചികളൊക്കെ ഇല്ലേ? വേറെ സഞ്ചികളില്ലേ? പ്ലാസ്റ്റിക് സഞ്ചി ഉണ്ടല്ലോ. പ്ലാസ്റ്റിക് സഞ്ചിയുടെ ഉപയോഗം കുറയ്ക്കാൻ. എന്തുകൊണ്ടത് പ്ലാസ്റ്റിക് സഞ്ചി നമ്മൾ ഉപയോഗം കുറയ്ക്കണേ? പ്ലാസ്റ്റിക് നമുക്ക് ആപത്താണ്. ഭൂമിക്ക് ആപത്താണ് അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ഓക്കെ. കയ്പമംഗലം ഗ്രാമലക്ഷ്മി റേഷൻ കടയിലെ മനോജ് ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. മനോജ് ചേട്ടന്റെ റേഷൻ കടയിലാണ് നമ്മൾ വിതരണം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. മനോജ് ചേട്ടൻ എന്താണ് ഈ പ്രവർത്തനത്തോടുള്ളൊരു അഭിപ്രായം? വളരെ നല്ലൊരു പരിപാടിയാണ്. ചെറിയ കുട്ടികളുടെ പരിപാടിയല്ലേ, അവര് വീട്ടിലുണ്ടാക്കിയത് നമുക്കിത് വിതരണം ചെയ്യാനായിട്ട് തന്നിരിക്കുന്നു. നമ്മളത് നല്ല രീതിയിൽ ചെയ്യും. നാടിനും പരിസര പ്രദേശങ്ങൾക്കും ഏറ്റവും നല്ലൊരു മാതൃകയാണ് ഈ തുണിസഞ്ചി. ഇത് വളരെ ഉപകാരപ്രദമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കയ്പമംഗലം വിജയഭാരതി LP സ്കൂളിലെ അധ്യാപകരും കുട്ടികളുമാണ്. ഞങ്ങളെ വിദ്യാലയത്തിലെ തന്നെ കുട്ടികൾ നിർമ്മിച്ച, അവരുടെ അമ്മമാരുടെ സഹായത്തോട് നിർമ്മിച്ച തുണിസഞ്ചിയാണിത്. അത് ഈ തുണിസഞ്ചിക്ക് പ്രത്യേകമാണ്. പുതിയ തുണി വാങ്ങിച്ചിട്ടൊന്നല്ല, നമ്മളെ വീട്ടിൽ കേടാവാതെ ഇരിക്കുന്ന നല്ല ഉറപ്പുള്ള തുണികൾ കൊണ്ടാണ് അവർ ഈ സഞ്ചി നിർമ്മിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മളെ പാൻറ്റിന്റെ തുണിയൊക്കെ നല്ല തുണിയാണ്. നമുക്ക് അതെങ്ങനെ പഴയ വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാന്നുള്ളതും കൂടി ഉണ്ട്. അങ്ങനെ നല്ല ഉറപ്പും വൃത്തിയുള്ളതുമായ ആ തുണികളിലാണ് അവർ ഈ സഞ്ചി നിർമ്മിച്ചിട്ടുള്ളത്. ആ സഞ്ചി ഓരോ രക്ഷിതാക്കളും ചിലർ 5 എണ്ണം വീതമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവരും നല്ലൊരു മത്സര ബുദ്ധിയോടെയാണ് KG മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളുടെ രക്ഷിതാക്കളും ഞങ്ങൾക്ക് ഈ തുണിസഞ്ചി നിർമ്മിച്ചു തന്നത്. ഞങ്ങൾ ഈ പ്രദേശത്തുള്ള കുറച്ച് റേഷൻ കടകളിൽ ഇത് വിതരണം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങളോട് ഇടപെട്ടതും ഈ സഞ്ചി അവർ വാങ്ങിച്ചതും അവിടെ കടകളിൽ വരുന്ന, റേഷൻ കടയിൽ വരുന്ന എല്ലാ പൊതുജനങ്ങൾക്കും നൽകിയതും. ഞങ്ങൾക്കും വളരെ സന്തോഷമായി, കുട്ടികൾക്കും വളരെ വേറിട്ടൊരു അനുഭവം കൂടിയായിരുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ പേപ്പർ ബാഗും നിർമ്മിച്ചിരുന്നു. അതും ഞങ്ങൾ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള കടകളിൽ ഇങ്ങനെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കും. അതെന്ന് വെച്ചാൽ ഈ പേപ്പർ ബാഗ് കുട്ടികളോടൊപ്പം ഞങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും ഇരുന്ന് അവരെ നിർമ്മിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്തു. ഞങ്ങളത് അങ്ങനെയാണ് പേപ്പർ ബാഗും നിർമ്മിച്ചത്. തുണിസഞ്ചി നമുക്ക് അങ്ങനെ പറ്റാത്തത് കൊണ്ട് രക്ഷിതാക്കളാണ് നിർമ്മിച്ചത്. മെഷീനിൽ തുന്നുമ്മ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ്, ഞങ്ങളുടെ കുട്ടികൾക്കും നല്ലൊരു അനുഭവമാണ്. ഞങ്ങളുടെ മാതൃഭൂമി സീഡിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ളതും. അപ്പോൾ
പ്രത്യേകം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വീഡിയോകൾ കാണുന്നതിനു വേണ്ടി സ്വിച്ച് ഓൺ ക്രിയേഷൻസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.